ഞങ്ങൾ ഇന്ന് പോകുന്നത് കാന്തല്ലൂരിലേക്കാണ്. ഒരുപാട് തവണ മൂന്നാർക്ക് പോയിട്ടുണ്ടെങ്കിലും കാന്തല്ലൂർക്ക് ഇത് ഫസ്റ്റ് ടൈമാണ്. അങ്ങനെ എയർപോർട്ട് റോഡിൽ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ യാത്ര തുടങ്ങി. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ചീയപ്പാറ വാട്ടർഫാൾസ് എത്തി. മഴക്കാലം ഇല്ലാത്തതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ ഭയങ്കര കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ അധികം നേരം ടൈം സ്പെൻഡ് ചെയ്തില്ല. ഓഫ് സീസൺ ആയതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെക്കാട്ട് ചൂടായിരുന്നു അവിടെ. അതുകൊണ്ട് തന്നെ വേറെ എവിടെയും നിർത്തിയൊന്നുമില്ല. നേരെ ഞങ്ങൾ മറയൂർ റോഡ് കയറി. മറയൂർ റൂട്ടിനെ കുറിച്ചിട്ട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ആ റൂട്ട് പോയിട്ടുള്ളവർക്കറിയാം അതിൻ്റെ ഭംഗി. ആ ചന്ദനക്കാടിൻ്റെ ഇടയിലൂടെയുള്ളൊരു വഴി എന്ന് പറയുന്നത് അത് വേറെ തന്നെ ഒരു വൈബാണ്. അവിടെ നിന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് മറയൂർ ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലങ്ങളും കരിമ്പ് തോട്ടങ്ങളും അങ്ങനെ എല്ലാം നമുക്ക് ഈ റൂട്ടിൽ കാണാൻ പറ്റും. ഇപ്പോൾ സമയം 1:19. അന്തരീക്ഷം കണ്ടാൽ തോന്നും പാലക്കാടാണ്. വിശ്വസിക്കുന്ന അറിയില്ല, ഞങ്ങൾ മൂന്നാറാണ്. നല്ല വെയിലത്ത് ഞങ്ങളെ കണ്ണു പോകാൻ കണ്ട നിങ്ങൾക്ക് മനസ്സിലാവും. അതെ, നല്ല വെയിലത്ത് ചൂടത്ത് ക്ഷീണിച്ച് കരിമന്തി. അപ്പൊ ഞങ്ങളങ്ങനെ വന്നപ്പോൾ ഞങ്ങളുടെ സ്റ്റേയിലെത്തിയിട്ടുണ്ട്. കാന്തല്ലൂർ സെൻട്രിൽ തന്നെയാണ്. എൻ്റെ പേര് എന്താ, അറിയില്ല, അങ്ങനെ എന്തോ ആണ്. അപ്പോൾ ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്ത പ്രോപ്പർട്ടിനെ കുറിച്ചിട്ട് കൂടുതൽ പറയാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു 11 എഫ്രംസ് ആണ് ടോട്ടൽ വരുന്നത്. ഒരു 1750 ഇവിടെ പെർ ഹെഡ് റേറ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു സ്റ്റേ ആണിത്. മൊത്തത്തിൽ ഈ പ്രോപ്പർട്ടി കാണാൻ തന്നെ നല്ലൊരു ഭംഗിയായിരുന്നു. കാരണം കുറേ ചെടികളും കുറേ മരങ്ങളൊക്കെ ആയിട്ട്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ തൊട്ട് ഫ്രണ്ടിലായിട്ട് നല്ലൊരു അരുവി ഒഴുകുന്നുണ്ട്. പിന്നെ കാന്തല്ലൂരിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടുത്തെ വ്യൂ പോയിൻറ്റ്സ് ഒന്നുമല്ല, ക്ലൈമറ്റാണ്. നമുക്ക് ആർക്കും അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞങ്ങളിങ്ങോട്ട് കയറി വരുന്നത് ഒരു നല്ല വെയിലത്താണ് കയറി വന്നത്. ഇവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കോടയായി, തണുപ്പായി, പെട്ടെന്ന് തന്നെ ഒരു മഴയും പെയ്യും. അങ്ങനെ ആ മഴ മാറി. കാന്തല്ലൂരിലൊരു പ്രധാനപ്പെട്ട വ്യൂ പോയിൻറ്റ്സിലൊന്നാണ് ഭ്രമരം വ്യൂ പോയിൻറ്റ്. അപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞ് പോയത് അങ്ങോട്ടാണ്. കാന്തല്ലൂരിൽ നിന്ന് മെയിനായിട്ട് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത് ജീപ്പ് മാർഗമാണ്. നമുക്ക് ഇതിൻ്റെ താഴെ തന്നെ ഒരുപാട് ജീപ്പുകൾ അവൈലബിൾ ആണ്. അവരിങ്ങനെ പാക്കേജായിട്ടും അല്ലാണ്ടൊക്കെ കൊണ്ടുപോകുന്നവരുണ്ട്. അങ്ങനെ ഞങ്ങൾ ഭ്രമരം വ്യൂ പോയിന്റിലെത്തി. പിന്നെ ഇവിടെ പ്രധാനമായിട്ട് എന്തെങ്കിലും കാണാനുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 ട്രീ ഹൗസ് ഉണ്ട്. നമുക്ക് അതിൻ്റെ മുകളിലൊക്കെ കയറി നിന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്. പിന്നെ കോട ഇല്ലാത്ത സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ സൺസെറ്റൊക്കെ കാണാൻ പറ്റും. അതുമാത്രമല്ല നമ്മളുടെ ഗ്രാസ് ഓയിൽ നമുക്ക് ഇവിടെ നിന്ന് ലൈവായിട്ട് ഉണ്ടാക്കുന്നത് വേണമെങ്കിൽ നമുക്ക് അപ്പം തന്നെ അവിടെ നിന്ന് വാങ്ങിക്കാനും പറ്റും. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് ക്യാമ്പിലെത്തി. ഒന്ന് ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോയി. ഡിന്നർ കഴിച്ച് കഴിഞ്ഞപ്പം അവർ നമുക്കൊരു ക്യാമ്പ് ഫയർ ഒക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാന്തല്ലൂർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മിസ്സാക്കാൻ പാടില്ലാത്തൊരു കാര്യം ഇവിടുത്തെ രാവിലത്തെ കാഴ്ചയാണ്. അതിപ്പോൾ ഇവിടുത്തെ കടകൾ തുറക്കണതാണെങ്കിലും ഓരോ ചായക്കടയിലെ സീനുകളായാലും
എല്ലാം നമുക്കിങ്ങനെ നിന്ന് നോക്കി നിന്ന് പോകും. കുറേ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണേ, എന്തിനാ നടക്കണേന്ന് അവർക്ക് പോലും അറിയില്ല. അങ്ങനെ രാവിലത്തെ ആ ഒരു നടത്തം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ക്യാമ്പിലെത്തി. ഇനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമാണ്. ഇതൊക്കെയായിരുന്നു നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് രാവിലെ ഉണ്ടായിരുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല, ഡിന്നറും നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ഈ ഒരു പാക്കേജിൽ നമുക്ക് കിട്ടുന്നുണ്ട്. കാന്തല്ലൂർ ഒരു കാർഷിക ഗ്രാമമാണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരുപാട് ഫാമുകൾ നമുക്ക് കാണാൻ പറ്റും. അതിൽ തന്നെ ഏറ്റവും ആദ്യത്തെ ഒരുപാട് വെറൈറ്റിയിലുള്ള ഒരു ഫാമിലേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. റോസാപ്പൂവിന്റെ വലിപ്പം നോക്ക്. ഈ ഫാമിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിച്ചിട്ടുള്ളതും കഴിക്കാത്തതും കണ്ടിട്ടുള്ളതും കാണാത്തതായിട്ടുള്ള ഒത്തിരി ഫ്രൂട്ട്സും ഫ്ലവേഴ്സും ഇവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ ഈ ചേട്ടനാണ് നമുക്കിതെല്ലാം ചുറ്റി കാണിച്ചു തരുന്നത്. ചെറിയൊരു മഴ പെയ്തു, അപ്പോൾ ഞങ്ങൾ മഴ മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഫാം കാണാനൊന്നും ഇറങ്ങിയുള്ളൂ, അപ്പോഴേക്കും മഴ പെയ്തു. കാന്തല്ലൂരത്തെ ക്ലൈമറ്റ് ഇതാണ്. ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, എപ്പോഴും വെള്ളം മഴ പെയ്യും. ഞങ്ങൾ നല്ല വെയിലത്താണ് ഇങ്ങോട്ട് കയറി വന്നത്, അപ്പോഴേക്കും മഴ. അതെല്ലാം കാണാൻ വരുന്ന ഗ്രൂപ്പുകാർ, ചില ആൾക്കാർ നമ്മളിപ്പോൾ വിചാരിച്ച നിൽക്കൂല, എല്ലാം പുറത്തു പൊട്ടിക്കില്ല. പെട്ടെന്ന് ക്ലൈമറ്റ് മാറില്ല ഇവിടെ. ഇപ്പം നിന്ന് നിൽക്കില്ല, മഴ വരിക. നിങ്ങളെവിടെയാ സ്ഥലം? എവിടെയാ? എറണാകുളം. അങ്ങനെ ഞങ്ങൾ ഫാമൊക്കെ ചുറ്റി നടന്ന് കണ്ട് കയറി. പിന്നെ ഇവിടെ നമുക്ക് ഇതൊക്കെ കാണാൻ മാത്രമല്ല വാങ്ങിക്കാനും പറ്റും. അങ്ങനെ ഞങ്ങളും വാങ്ങിച്ചു കുറച്ച് സ്ട്രോബെറി, ബ്ലാക്ക്ബെറി. ഇതൊരു പഴമാണ്, ബ്രസീലിയൻ ചെറി പഴം വരും. ബ്രസീലിയൻ ചെറി. ഞാനിപ്പോൾ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ജബോട്ടിക്കാബയാണ്, മരമുന്തിരി എന്ന് പറയും. ഇതും ഒരു ബ്രസീലിയൻ ഫ്രൂട്ടാണ്. നല്ല മധുരം. കാന്തല്ലൂരിന് ഏറ്റവും കൂടുതൽ സ്പെഷ്യലാക്കുന്നത് ഇവിടുത്തെ മനുഷ്യന്മാരുടെ പെരുമാറ്റവും ഇവിടുത്തെ ക്ലൈമറ്റുമാണ്. ഇതൊക്കെ തന്നെയാണ് കാന്തല്ലൂർ. ഇത്രയൊക്കെ ഇവിടെ ഉള്ളൂ. ഇപ്പം ഞങ്ങളിവിടെ വന്നതൊരു ഓഫ് സീസണിലാണ്. ഇനി സീസൺ ടൈമിൽ കാന്തല്ലൂർ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്തായാലും ഒരു വരവും കൂടെ വരും.